ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും. അപ്പോൾ എനിക്കവിടെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ചില ദിവസങ്ങൾ കസ്റ്റമേഴ്സ് വന്നു ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വയ്യാതിരുന്നത് കൊണ്ട് തന്നെ CCTV ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും ആയിരുന്നില്ല ഞാൻ. പിന്നെ അശ്വിന് പറ്റുമ്പോഴൊക്കെ അശ്വിൻ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അല്ലാത്തപ്പോൾ അയാൾക്കും അയാളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു സംഭവിച്ചത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഞാൻ പേഴ്സണലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല, എനിക്ക് വയ്യായിരുന്നു, പോയില്ല. ഇല്ല, ലാസ്റ്റ് ആ ഒരു ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. 31-ാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി. അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ത്രട്ടൻ ചെയ്തു. ഇല്ല, നമുക്ക് തെളിവില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ഞാൻ നേരത്തെ തന്നെ പേര് പറഞ്ഞ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ശ്രീ വിമൽ എന്നാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ സിയുടെ പേര്. അപ്പോൾ അദ്ദേഹം നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിരിക്കുന്നു, അവരും വരുന്നു. നമുക്കറിയാം ഒരു സാധാരണ പോലീസുകാരൻ നമ്മുടെ ആദ്യമായിട്ടല്ല നമ്മൾ സ്റ്റേഷനിൽ കയറുന്നത്. കാരണം രാഷ്ട്രീയത്തിലും മറ്റേതൊക്കെ ധാരാളം സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. വളരെ ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് എല്ലാ പോലീസുകാരും പെരുമാറുന്നത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത്. കാരണം മുഖത്ത് നോക്കുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, ഒരു അലക്ഷ്യമായി എല്ലാം കണ്ടു. ഞാൻ രണ്ടുപേരുടെയും കേട്ടല്ലോ, രണ്ടുപേർക്ക് ഒരു FIR ഇടും, പിന്നെ കാണണം, ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മുടെ അടുത്ത്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ അടുത്തൊരു വൈരാഗ്യവും മറ്റും വരണമെന്നില്ല. ഇനി രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ടോ എന്നും എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മളത് കാണാറുണ്ട്. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇതിന് മുൻപ് പുള്ളിക്ക് നമ്മളോട് ദേഷ്യം തോന്നിപ്പോൾ നമുക്കറിയത്തില്ല. കാരണം ഒരാൾ ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല, നമുക്കറിയത്തില്ല. അല്ല, കോടതിയിലോട്ടേ നമുക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വിശ്വാസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ്. അതുകൊണ്ട് ന്യായമായ ഒരു നടപടി അവിടെ നിന്നുണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അല്ല, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടത്തില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവധി ദിവസമുണ്ട്, അവധിയാകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നീങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും പോകില്ല. ഇനിയിപ്പോൾ നമുക്ക് കോടതി തുറക്കുന്ന ദിവസം നമുക്ക് ആദ്യ നടപടി അത് തന്നെയാണല്ലോ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.